ഹലോ എവരിവൺ, എല്ലാവർക്കും പാത്വേസ് അക്കാഡമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിലേക്ക് സ്വാഗതം. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സ് ഡൽഹി ഡെവലപ്മെന്റ് അതോറിറ്റി, റെക്യൂസൽ ഓഫ് ജഡ്ജസ്, ബിംസ്റ്റെക്, പ്ലാനറ്ററി ഡിഫൻസ്, ഹീറ്റ് ഡോം, സിക്ക വൈറസ്. അപ്പോൾ അതിൽ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡൽഹി ഡെവലപ്മെന്റ് അതോറിറ്റിയെ കുറിച്ചാണ്. സോ ഈ ഡൽഹി ഡെവലപ്മെന്റ് അതോറിറ്റിയെ കുറിച്ച് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്, ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ പേജ് 1 ഒരു വാർത്ത വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഡൽഹി ഡെവലപ്മെന്റ് അതോറിറ്റിയെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഈ ഡൽഹി ഡെവലപ്മെന്റ് അതോറിറ്റി എന്ന് പറയുന്നത് നമ്മുടെ നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറി ഓഫ് ഡൽഹിയുടെ ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണെന്ന് മനസ്സിലാക്കുക. അതായത് ഡൽഹിക്ക് സ്വന്തമായിട്ടൊരു നിയമസഭയും അതുപോലെ തന്നെ ഗവൺമെന്റ് ഒക്കെ വരുന്നതിന് മുമ്പ് തന്നെ 1990-കളിൽ അത് വരുന്നതിന് മുമ്പ് തന്നെ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടുള്ളൊരു ബോഡിയാണ് ഡൽഹി ഡെവലപ്മെന്റ് അതോറിറ്റി എന്ന് പറയുന്നത്. ഇത് 1957 ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കിയിട്ടുള്ള ദ ഡൽഹി ഡെവലപ്മെന്റ് ആക്ട് 1957 അനുസരിച്ചാണ് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നത്. സോ അപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ ക്യാപിറ്റൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഈ നാഷണൽ ക്യാപിറ്റൽ റീജിയൻ ഓഫ് ഡൽഹി എന്ന് പറയുന്ന മേഖലയുടെ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റമാണ്. കാരണം അവിടെ ഓൾറെഡി ഇപ്പോൾ ലോക്കൽ ബോഡീസ് ആയിട്ട് ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ പോലുള്ള 5ഓളം ലോക്കൽ ബോഡീസ് ഉണ്ട്. അതിന് പുറമെ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആയിട്ട് ഡൽഹി ഡെവലപ്മെന്റ് അതോറിറ്റി ഉണ്ട്. അതുകൂടാതെ അവർക്കൊരു സ്റ്റേറ്റ് ഗവൺമെന്റ് ഉണ്ട്. അതിനു പുറമെ സെൻട്രൽ ഗവൺമെന്റിന് ചില കാര്യങ്ങളിൽ ഈ ഡൽഹിയുടെ മുകളിൽ അധികാരങ്ങളുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഏകദേശം ഒരു 4 അഡ്മിനിസ്ട്രേറ്റീവ് ബോഡീസ് അല്ലെങ്കിൽ 4 ലെവലിലുള്ള ബോഡീസ് ചേർന്നിട്ടാണ് ഈ ഡൽഹിനെ ഭരിക്കുന്നത്. അപ്പോൾ ഈ ഡൽഹി ഡെവലപ്മെന്റൽ അതോറിറ്റിയുടെ പ്രവർത്തനം അല്ലെങ്കിൽ ഇവരുടെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡൽഹി അല്ലെങ്കിൽ നമ്മുടെ നാഷണൽ ക്യാപിറ്റൽ റീജിയൻ ഓഫ് ഡൽഹിയുടെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള ഡൽഹി മാസ്റ്റർ പ്ലാന് തയ്യാറാക്കുക, അതിൻ്റെ അടിസ്ഥാനത്തിൽ ഡൽഹിയുടെ ഡെവലപ്മെന്റ് നടപ്പിലാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവർ പ്രവർത്തിക്കുന്നത് മിനിസ്ട്രി ഓഫ് ഹൗസിംഗ് ആൻഡ് അർബൻ അഫയേഴ്സിന്റെ കീഴിലാണ്. കേന്ദ്ര ഗവൺമെന്റ് കീഴിൽ വരുന്ന മിനിസ്ട്രി ഓഫ് ഹൗസിംഗ് ആൻഡ് അർബൻ അഫയേഴ്സിന്റെ കീഴിലാണ്. ഡൽഹി സ്റ്റേറ്റ് ഗവൺമെന്റിന് ഡൽഹി ഡെവലപ്മെന്റ് അതോറിറ്റിയുടെ മുകളിൽ യാതൊരു തരത്തിലുള്ള നിയന്ത്രണവും ഇല്ല എന്ന് മനസ്സിലാക്കുക. ഇപ്പോൾ ഡൽഹിയിൽ അവിടെ സ്റ്റേറ്റ് ഗവൺമെന്റ് ഉണ്ടെങ്കിലും അവർക്ക് അവിടുത്തെ ലാൻഡ് ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട അധികാരങ്ങളൊന്നുമില്ല. ആ കാര്യങ്ങൾ ചെയ്യുന്നത് ഈ ഡൽഹി ഡെവലപ്മെന്റ് അതോറിറ്റിയാണ്. അപ്പോൾ ഇവർ ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു ജോലി എന്ന് പറയുന്നത്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഡൽഹി മാസ്റ്റർ പ്ലാൻ, ഡൽഹിയുടെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള ഒരു ഡ്രാഫ്റ്റ് ഡൽഹി മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുക. അതുപോലെ തന്നെ ഈ ഡ്രാഫ്റ്റ് മാസ്റ്റർ പ്ലാനിന്റെ അടിസ്ഥാനത്തിൽ അവിടെയുള്ള ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഹൗസിങ്, അതുപോലെ തന്നെ ഹൗസിംഗ് പ്രൊവിഷൻസ്, കൊമേഴ്ഷ്യൽ ആൻഡ് റിക്രിയേഷണൽ സ്പേസ്, ഡൽഹിയുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്, ഈ വക കാര്യങ്ങളൊക്കെ ഈ സിറ്റിക്ക് വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഇവർ ചെയ്യുന്നത്. അപ്പോൾ നിലവിൽ 3 പ്രാവശ്യമാണ് ഈ ഡൽഹി മാസ്റ്റർ പ്ലാനുകൾ ഇവർ തയ്യാറാക്കിയിട്ടുള്ളത്. ഇപ്പോൾ 3ാമത്തെ മാസ്റ്റർ പ്ലാനിന്റെ അടിസ്ഥാനത്തിലാണ് അവിടുത്തെ ഡെവലപ്മെന്റ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി നേരത്തെ പറഞ്ഞതുപോലെ ഇവരുടെ ഒരു പ്രധാനപ്പെട്ട മാൻഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബേസിക്കലി ഡൽഹിയുടെ ലാൻഡ്, ഹൗസിംഗ്, ഇൻഫ്രാസ്ട്രക്ചർ, ഈ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും തീരുമാനങ്ങൾ എടുക്കുന്നത് അല്ലെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഡൽഹി ഡെവലപ്മെന്റ് അതോറിറ്റിയാണെന്ന് മനസ്സിലാക്കുക. ഇനി ഇത് കൂടാതെ ഈ ഡൽഹിയുടെ ഒരു പ്ലാൻഡ് സിറ്റി, അതായത് ഡൽഹിയുടെ ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള സിറ്റി പ്ലാനിങ്ങിന്റെ പുറമെ ഈ ഡൽഹിക്കകത്ത് നടക്കുന്ന ഒരുപാട് എൻക്രോച്ച്മെന്റുകളൊക്കെ ഉണ്ട്. ആ എൻക്രോച്ച്മെന്റുകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനുള്ള അധികാരമൊക്കെ ഇവർക്കാണ്. ഇപ്പോൾ ഡൽഹിയിലുള്ള ഇല്ലീഗൽ എൻക്രോച്ച്മെന്റുകളൊക്കെ ഒഴിപ്പിക്കുന്നതും ആ വക കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളത് ഡൽഹി ഡെവലപ്മെന്റൽ അതോറിറ്റിയാണ്. ഓക്കെ, ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് റെക്യൂസൽ ഓഫ് ജഡ്ജസിനെ കുറിച്ചാണ്. അപ്പോൾ ഈ റെക്യൂസൽ ഓഫ് ജഡ്ജസുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിന്റെ പേജ് 6 ഒരു വാർത്ത വന്നിട്ടുണ്ട്. അതായത് ഡൽഹിയിലെ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ ആയിരുന്ന മനീഷ് സിസോദിയയുടെ ജാമ്യ ഹർജി പരിഗണിക്കുന്ന കാര്യത്തിൽ നിന്ന് ഒരു സുപ്രീം കോടതിയിലെ ഒരു ജഡ്ജ് പിന്മാറിയതായിട്ടുള്ള അല്ലെങ്കിൽ റെക്യൂസ് ചെയ്തതായിട്ടുള്ള ഒരു വാർത്ത വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കേട്ടിരുന്നൊരു സംഭവമാണ് റെക്യൂസൽ ഓഫ് ജഡ്ജസ്. അപ്പോൾ റെക്യൂസൽ ഓഫ് ജഡ്ജസ് എന്താണെന്നൊന്ന് മനസ്സിലാക്കുക. സോ റെക്യൂസൽ ഓഫ് ജഡ്ജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏതെങ്കിലും തരത്തിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉള്ളത് കാരണം ഒരു കേസ് വാദം കേൾക്കാൻ പോകുന്ന ബെഞ്ചിലെ അല്ലെങ്കിൽ കേസ് വാദം കേൾക്കാൻ പോകുന്ന ജഡ്ജ് ആ കേസ് വാദം കേൾക്കുന്നതിൽ നിന്ന് സ്വമേധയാ പിന്മാറുന്നതിനെയാണ് റെക്യൂസൽ ഓഫ് ജഡ്ജ് എന്ന് പറയാം. അതായത് ഒരു ഒഫീഷ്യൽ ആക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ലീഗൽ പ്രൊസീഡിങ്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിൽ നിന്ന് കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് കാരണം ഒരു കോർട്ട് ഒഫീഷ്യൽ, യൂഷ്വലി ജഡ്ജിമാർ സ്വയം മാറി നിൽക്കുന്നതിനെയാണ് റെക്യൂസൽ ഓഫ് ജഡ്ജസ് എന്ന് പറയുന്നത് മനസ്സിലാക്കുക. അപ്പോൾ ഈ റെക്യൂസൽ ഓഫ് ജഡ്ജസുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയിൽ കൃത്യമായിട്ടുള്ള നിയമങ്ങളോ അല്ലെങ്കിൽ റൂൾസോ ഒന്നും തന്നെ ഇല്ല. പക്ഷെ നമ്മൾ ഈ നാച്ചുറൽ ജസ്റ്റിസ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്, നോ പേഴ്സൺ ഷാൾ ബി എ ജഡ്ജ് ഓഫ് ഹിംസെൽഫ് എന്ന് പറയും. അതായത് നമ്മളുമായിട്ട് ബന്ധപ്പെട്ടുള്ള നമുക്കൊരു സ്റ്റേക്കുള്ള ഒരു കേസിൻ്റെ വാദം കേൾക്കുന്ന അല്ലെങ്കിൽ ഒരു പരാതി കേൾക്കുന്ന അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ഡിസ്പ്യൂട്ട് റിസോൾവ് ചെയ്യാൻ പോകുന്ന അതോറിറ്റിക്കകത്ത് നമ്മൾ ഉണ്ടാവാൻ പാടില്ല.
അപ്പോൾ ആ ഒരു പ്രിൻസിപ്പിൾ ഓഫ് നാച്ചുറൽ ജസ്റ്റിസിന്റെ ഭാഗമായിട്ട് വരുന്ന, അതുപോലെ തന്നെ ഈ ഡ്യൂ പ്രോസസ് ഓഫ് ലോയുടെ ഒക്കെ ഭാഗമായിട്ട് വരുന്ന ഒരു കൺസെപ്റ്റാണ് നോ പേഴ്സൺ ഷാൾ ബി എ ജഡ്ജ് ഓഫ് ഹിംസെൽഫ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു പ്രിൻസിപ്പിളിന്റെ, ആ ഒരു ജുഡീഷ്യൽ പ്രിൻസിപ്പിളിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് ചെയ്യാറുള്ളത്. പക്ഷേ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസോ അല്ലെങ്കിൽ നിയമങ്ങളോ റൂൾസോ ഒന്നും തന്നെ ഇല്ല എന്ന് മനസ്സിലാക്കുക. ഇത് സാധാരണഗതിയിൽ ഈ ജഡ്ജിമാർ സ്വമേധയാണ്, ഓക്കെ, അവർ സ്വയം തന്നെ ഇത്തരത്തിൽ മാറി നിൽക്കുകയാണ് ചെയ്യാറുള്ളത്. ഈ കേസ് കേൾക്കുന്നതിനകത്ത് എനിക്ക് ഇങ്ങനെ ഒരു കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ട്, അതുകൊണ്ട് ഈ കേസ് കേൾക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് അവർ സ്വയം മാറി നിൽക്കുകയാണ് ചെയ്യുന്നത്. ഇനി ചില സമയങ്ങളിലെങ്കിലും ഈ പറയുന്ന വക്കീലമാരെങ്കിലും ഒക്കെ അല്ലെങ്കിൽ ഈ കേസ് വാദിക്കുന്ന അഡ്വക്കേറ്റ്മാരെങ്കിലും ഒക്കെ ഇതിനകത്ത് ഇങ്ങനെ ഒരു കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റിന്റെ പ്രശ്നം ഉണ്ടെന്ന് ജഡ്ജിമാരെ നോട്ടിഫൈ ചെയ്ത് കഴിഞ്ഞാലും അവരത് ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് സ്വമേധയാ ചെയ്യുന്ന ഒരു കാര്യമാണെന്ന് മനസ്സിലാക്കുക. ഇനി ഈ കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്നുള്ളതുകൊണ്ട് എന്തൊക്കെയാണ് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എന്ത് കാര്യങ്ങളും ആവാം. ഓക്കെ, ഈ കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഏതെങ്കിലും തരത്തിലുള്ള താല്പര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എന്ത് കാര്യങ്ങളും ആവാം. അപ്പോൾ അതിന് കുറച്ച് എക്സാമ്പിൾസ് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഒരു കേസിനകത്തുള്ള ഏതെങ്കിലും പാർട്ടിയുമായിട്ട്, അതിനകത്തുള്ള വാദിയോ പ്രതിയോ ആയിട്ടുള്ള ആരെങ്കിലുമായിട്ട് ഒരു പ്രയർ ആയിട്ടുള്ള, അതായത് മുൻകാലത്തുള്ള പരിചയമോ മുൻകാലത്തുള്ള അസോസിയേഷനോ അല്ലെങ്കിൽ പേഴ്സണൽ അസോസിയേഷനോ ഉണ്ടെങ്കിൽ അത് ഒരു കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആയിട്ട് കാണാം. അതല്ലെങ്കിൽ ഈ പറയുന്ന ഈ കേസിനകത്തുള്ള ഏതെങ്കിലും ഒരു കക്ഷിക്ക് വേണ്ടിയിട്ട് നേരത്തെ ഈ ജഡ്ജായിട്ടിരിക്കുന്ന ആൾ വക്കീലായിട്ട് പ്രാക്ടീസ് ചെയ്തിരുന്ന സമയത്ത് അവർ ആ പാർട്ടികളിൽ ഏതെങ്കിലും ഒന്നിൻ്റെ വക്കീലായിട്ട് പണ്ട് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആയിട്ട് കാണാം. അതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു എക്സ് പാർട്ടെ കമ്മ്യൂണിക്കേഷന് ഈ പറയുന്ന ലോയേഴ്സുമായിട്ടോ അല്ലെങ്കിൽ നോൺ ലോയേഴ്സുമായിട്ടോ നടത്തിയിട്ടുണ്ടെങ്കിൽ, എക്സ് പാർട്ടെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കേസുമായിട്ട് ബന്ധപ്പെട്ട് ഷെയർ ചെയ്യാൻ പാടില്ലാത്ത ചില വിവരങ്ങൾ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ ഇവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ഒരു ഹൈക്കോർട്ടിൻ്റെ വിധിക്കെതിരായിട്ട് ഒരാൾ സുപ്രീം കോടതിയിൽ അല്ലെങ്കിൽ ഒരു പാർട്ടി സുപ്രീം കോടതിയിൽ അപ്പീൽ പോകണമെന്ന് വെച്ചു. അപ്പോൾ ഈ ഹൈക്കോർട്ട് ആ വിധി പറഞ്ഞ സമയത്ത്, ഓക്കെ, ഹൈക്കോടതി ആ കേസിൽ വിധി പറഞ്ഞ സമയത്ത് ആ വിധി പറഞ്ഞ ബെഞ്ചിലിരുന്ന ഒരാളാണ് ഇപ്പോൾ സുപ്രീം കോടതി ജഡ്ജായിട്ടിരിക്കുന്നത്, അയാളുടെ മുന്നിലാണ് ഈ അപ്പീൽ വന്നതെങ്കിൽ അതും ഒരു കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. കാരണം അയാൾ നേരത്തെ വിധി പറഞ്ഞ ഒരു കേസിനകത്തുള്ള അപ്പീൽ വീണ്ടും അയാളുടെ മുന്നിൽ വരുന്നു എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അപ്പോൾ ഇതും ഒരു കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആയിട്ട് വേണമെങ്കിൽ കണക്കാക്കാം. അതുപോലെ തന്നെ ഇപ്പോൾ ഏതെങ്കിലും ഒരു കമ്പനിയായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കേസിനകത്ത് ആ കമ്പനിയിലെ ഷെയർ ഹോൾഡർ ആണ് ജഡ്ജെങ്കിൽ, ഓക്കെ, അല്ലെങ്കിൽ ആ കമ്പനിക്കകത്ത് ഏതെങ്കിലും തരത്തിലുള്ള ഇൻട്രസ്റ്റ് ഉള്ള ആളാണെങ്കിൽ ഇതൊക്കെ കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആയിട്ട് കണക്കാക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്, അത് ജസ്റ്റ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. അപ്പോൾ ഇതൊക്കെയാണ് കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആയിട്ട് ജനറലി കണക്കാക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉള്ള ജഡ്ജിമാർ സ്വയം മാറി നിൽക്കുന്നതിനെയാണ് റെക്യൂസൽ എന്ന് പറയാം. ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് ബേ ഓഫ് ബംഗാൾ ഇനീഷ്യേറ്റീവ് ഫോർ മൾട്ടി സെക്ടറൽ ടെക്നിക്കൽ ആൻഡ് എക്കണോമിക് കോപ്പറേഷൻ എന്ന് പറയുന്ന ബിംസ്റ്റെക് എന്ന് പറയുന്ന റീജിയണൽ ഓർഗനൈസേഷനെ കുറിച്ചാണ്. അപ്പോൾ ഈ ബിംസ്റ്റെക്കുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിന്റെ പേജ് 8 ഒരു വാർത്ത വന്നിട്ടുണ്ട്. ബിംസ്റ്റെക്കിന്റെ ഒരു മീറ്റിംഗുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു വാർത്ത വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ബിംസ്റ്റെക് എന്ന് പറയുന്നത് ഈ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ബേ ഓഫ് ബംഗാൾ റീജിയനിലുള്ള രാജ്യങ്ങളുടെ, അതായത് ഈ ബേ ഓഫ് ബംഗാളിനെ നേരിട്ട് ബേ ഓഫ് ബംഗാളുമായിട്ട് അതിർത്തി പങ്കിടുന്ന അല്ലെങ്കിൽ ബേ ഓഫ് ബംഗാളിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന രാജ്യങ്ങളുടെ ഒരു റീജിയണൽ ഓർഗനൈസേഷനാണ് ബിംസ്റ്റെക് എന്ന് പറയുന്നത്. ഇത് 1997 ജൂൺ മാസത്തിൽ ബാങ്കോക്ക് ഡിക്ലറേഷൻ എന്ന് പറയുന്ന ഡിക്ലറേഷൻ്റെ അടിസ്ഥാനത്തിൽ ബംഗ്ലാദേശ്, ഇന്ത്യ, ശ്രീലങ്ക, തായ്ലൻഡ് എന്നീ രാജ്യങ്ങൾ ചേർന്നിട്ടാണ് ഈ സംഘടനയ്ക്ക് രൂപം നൽകുന്നത്. പക്ഷെ അന്ന് ഇത് ബിംസ്റ്റെക് എന്നല്ല അറിയപ്പെട്ടുകൊണ്ടിരുന്നത്, അന്ന് ഇത് അറിയപ്പെട്ടുകൊണ്ടിരുന്നത് ബിസ്റ്റ് EC എന്നുള്ള പേരിലാണ്. ബംഗ്ലാദേശ്, ഇന്ത്യ, ശ്രീലങ്ക, തായ്ലൻഡ് എക്കണോമിക് കോപ്പറേഷൻ എന്നായിരുന്നു ഇതിൻ്റെ ഫുൾ നെയിം. പിന്നീട് 1997 മ്യാൻമാർ ബിംസ്റ്റെക്കിൽ ഈ 97 ഡിസംബർ ആകുമ്പോഴേക്കും, ജൂണിൽ സംഘടന നിലവിൽ വന്നു, 97 ജൂൺ ആയപ്പോൾ ഈ ബിസ്റ്റ് ECക്കകത്ത് മ്യാൻമാറും കൂടി ജോയിൻ ചെയ്തു. അതോട് കൂടിയിട്ട് ഇത് ബിംസ്റ്റ് EC അല്ലെങ്കിൽ ബിംസ്റ്റെക് എന്നുള്ള പേരിൽ അറിയപ്പെടാൻ തുടങ്ങി. ബംഗ്ലാദേശ്, ഇന്ത്യ, മ്യാൻമാർ, ശ്രീലങ്ക, തായ്ലൻഡ് എക്കണോമിക് കോപ്പറേഷൻ. പിന്നീട് 2004 ഈ ബേ ഓഫ് ബംഗാളുമായിട്ട് അതിർത്തി ഇല്ലാത്ത, പക്ഷേ ഈ ബേ ഓഫ് ബംഗാളിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന, ഫോറിൻ ട്രേഡിന് വേണ്ടിയിട്ട് ബേ ഓഫ് ബംഗാളിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന നമ്മുടെ ഇന്ത്യൻ സബ് കോണ്ടിനെന്റിലുള്ള 2 ലാൻഡ് ലോക്ക്ഡ് രാജ്യങ്ങളായിട്ടുള്ള നേപ്പാളും ഭൂട്ടാനും ബിംസ്റ്റെക്കിൽ ജോയിൻ ചെയ്യുന്നത്. അങ്ങനെയാണ് ഇന്നത്തെ പേര് ഇതിന് വരുന്നത്, ബിംസ്റ്റെക് അല്ലെങ്കിൽ ബേ ഓഫ് ബംഗാൾ ഇനീഷ്യേറ്റീവ് ഫോർ മൾട്ടി സെക്ടറൽ ടെക്നിക്കൽ ആൻഡ് എക്കണോമിക് കോപ്പറേഷൻ എന്നുള്ള പേര് വരുന്നത്. ഇനി ഇവരുടെ പെർമനന്റ് സെക്രട്ടേറിയറ്റ് ധാക്കയിലാണ്, ബംഗ്ലാദേശിന്റെ ക്യാപിറ്റൽ ആയിട്ടുള്ള ധാക്കയിലാണെന്ന് മനസ്സിലാക്കുക. പിന്നെ ഈ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇവരുടെ പ്രധാനപ്പെട്ട ഏരിയ ഓഫ് കോപ്പറേഷൻ എന്ന് പറയുന്നത് ടെക്നിക്കൽ ആൻഡ് എക്കണോമിക് കോപ്പറേഷൻ ആണ്. പക്ഷേ ഇപ്പോൾ കുറച്ചു കാലമായിട്ട് മറ്റുള്ള മേഖലകൾ, സെക്യൂരിറ്റി, മാരിടൈം ട്രേഡ് പോലുള്ള മേഖലകളിലും ഇവർ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കുക.
ഇനി ബിംസ്റ്റെക്കിന്റെ കീഴിൽ വരുന്ന പ്രധാനപ്പെട്ട ഇനീഷ്യേറ്റീവ്സ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഒരു ബിംസ്റ്റെക് ഫ്രീ ട്രേഡ് ഏരിയ ഫ്രെയിംവർക്ക് എഗ്രിമെന്റ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ സാർക്കിന്റെ കീഴിൽ സാഫ്റ്റ എന്ന് പറയുന്ന ഒരു എഗ്രിമെന്റ് ഉണ്ട്, സൗത്ത് ഏഷ്യ ഫ്രീ ട്രേഡ് ഏരിയ എഗ്രിമെന്റ് എന്ന് പറയുന്നത്. അതിന് സിമിലർ ആയിട്ടുള്ള രീതിയിൽ ബിംസ്റ്റെക്കിന്റെ കീഴിൽ ഒരു ഫ്രീ ട്രേഡ് ഏരിയ ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ബിംസ്റ്റെക് ഫ്രീ ട്രേഡ് ഏരിയ ഫ്രെയിംവർക്ക് എഗ്രിമെന്റ് സൈൻ ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇതൊരു ഫ്രെയിംവർക്ക് എഗ്രിമെന്റ് ആണ്, ഇതിപ്പോഴും ഒരു ഫൈനൽ ഫേസിലേക്ക് എത്തിയിട്ടില്ല എന്ന് മനസ്സിലാക്കുക. പിന്നെ അതുപോലെ തന്നെയാണ് ഒരു ബിംസ്റ്റെക് കോസ്റ്റൽ ഷിപ്പിംഗ് എഗ്രിമെന്റ് ഉണ്ട്. ഈ ബിംസ്റ്റെക് അംഗരാജ്യങ്ങളുടെ കോസ്റ്റൽ ഷിപ്പിംഗ് പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ കോസ്റ്റൽ ഷിപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാജ്യത്തിന്റെ പെർമിഷൻ ഇല്ലാതെ മറ്റൊരു രാജ്യത്തിന് അവരുടെ ടെറിട്ടോറിയൽ വാട്ടേഴ്സിലേക്ക് കയറാനൊന്നും പറ്റില്ല. പക്ഷേ അത്തരത്തിലുള്ള അനുവാദം കൊടുത്തുകൊണ്ട് കോസ്റ്റൽ ഷിപ്പിങ്ങിനെ പ്രൊമോട്ട് ചെയ്യുന്നതിലൂടെ മാരിടൈം ട്രേഡ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു എഗ്രിമെന്റ് പ്രപ്പോസ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇത് സൈൻ ചെയ്തിട്ടില്ല, ഇതൊരു പ്രപ്പോസ്ഡ് എഗ്രിമെന്റ് ആണെന്ന് മനസ്സിലാക്കുക. ഓക്കെ. അതുപോലെ തന്നെ ബിംസ്റ്റെക്കിന്റെ കീഴിൽ നടന്നിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ഇനീഷ്യേറ്റീവ് ആണ് മിലക്സ് 18 എന്ന് പറയുന്ന മിലിറ്ററി എക്സസൈസ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ബിംസ്റ്റെക് എന്ന് പറയുന്ന സംഘടന തുടക്കത്തിൽ അവർ പ്രധാനമായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ടെക്നിക്കൽ ആൻഡ് എക്കണോമിക് കോപ്പറേഷനിലാണ്. പക്ഷെ പിന്നീട് ഇപ്പോൾ ഇന്ത്യ ഈ ബിംസ്റ്റെക് എന്ന് പറയുന്ന സംഘടനയെ എന്തുകൊണ്ട് പ്രൊമോട്ട് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം, ഇപ്പോൾ നമുക്കറിയാം ഇപ്പോൾ ഒരു 21st സെഞ്ചുറിത്തെ ഒരു ജിയോ പൊളിറ്റിക്സ് നിങ്ങൾ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ ചൈന ഒരു ഗ്രോവിങ് സൂപ്പർ പവർ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്, ഇന്ത്യയും അതേപോലെ ഒരു റീജിയണൽ പവറാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഇൻഡോ പസഫിക് റീജിയനിലാണ് നമ്മുടെ 21st സെഞ്ചുറിയുടെ ജിയോ പൊളിറ്റിക്സ് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ മേഖലകളിൽ ഇന്ത്യ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് പറയുന്നത് ചൈനയുടെ വളരെ ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിനകത്ത് ഉണ്ടായിട്ടുള്ള റൈസ് ആണ്. അപ്പോൾ ഇൻഡോ പസഫിക് റീജിയനിൽ എസ്പെഷ്യലി ഇന്ത്യയുടെ ഒരു ബാക്ക് യാർഡ് ആയിട്ട് നമ്മൾ കണക്കാക്കുന്ന ഇന്ത്യൻ ഓഷൻ റീജിയനിലൊക്കെയുള്ള ചൈനയുടെ നേവൽ പ്രസൻസും ചൈനയുടെ ഇൻഫ്ലുവൻസും ഒക്കെ കഴിഞ്ഞൊരു 10-20 വർഷമായിട്ട് വലിയ രീതിയിൽ വർദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ ചൈനക്ക് നേരിട്ട് ഇന്ത്യൻ ഓഷനുമായിട്ട് കണക്ഷൻ ഇല്ല നമുക്കറിയാം. അപ്പോൾ ഈ ഇന്ത്യൻ ഓഷനിലേക്ക് ചൈന വരാൻ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട മാർഗം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇന്ത്യൻ ഓഷനിലേക്ക് പസഫിക്കിൽ നിന്നുള്ള ഒരു ഗേറ്റ് വേ എന്ന് പറയുന്നത് ബേ ഓഫ് ബംഗാൾ ആണ്. ഓക്കെ. അപ്പോൾ ഈ ബേ ഓഫ് ബംഗാൾ അതുകൊണ്ട് തന്നെ സ്ട്രാറ്റജിക്കലി ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആ ഒരു ചൈനയുടെ ഇൻഫ്ലുവൻസിനെ കണ്ടെയ്ൻ ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ബിംസ്റ്റെക്കിനെ പ്രൊമോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഈ ബിംസ്റ്റെക്കിന്റെ കീഴിൽ നടത്തിയിട്ടുള്ള ദ ഫസ്റ്റ് ആൻഡ് ഓൺലി മിലിറ്ററി എക്സസൈസ് ആണ്, ജോയിന്റ് മിലിറ്ററി എക്സസൈസ് ആണ് മിലക്സ് 18 എന്ന് പറയുന്നത്. ഇത് 2018 നടന്നിട്ടുണ്ടായിരുന്നത്. അന്ന് ചൈന ഇതിനെതിരായിട്ട് വലിയ ഇതിൽ രംഗത്ത് വരെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു സെക്യൂരിറ്റി എലമെന്റ് കൂടി ഇപ്പോൾ ബിംസ്റ്റെക്കിനുണ്ട് എന്ന് മനസ്സിലാക്കുക. പിന്നെ അതുപോലെ തന്നെ ഈ ബിംസ്റ്റെക് അംഗരാജ്യങ്ങൾക്കിടയിലുള്ള മാരിടൈം ഇന്ററാക്ഷൻസ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യ ഇനീഷ്യേറ്റീവ് എടുത്ത് നടപ്പിലാക്കിയിട്ടുണ്ടായിരുന്ന ഒരു സമ്മിറ്റ് ആയിരുന്നു ബിംസ്റ്റെക് കോൺക്ലേവ് ഓഫ് പോർട്സ് എന്ന് പറയുന്നത്. ഇത് വിശാഖപട്ടണത്ത് വെച്ചിട്ടാണ് നടത്തിയിട്ടുണ്ടായിരുന്നത്. ഇനി ബിംസ്റ്റെക് എന്തുകൊണ്ട് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് ചോദിച്ചാൽ, ബിംസ്റ്റെക്കിന്റെ സിഗ്നിഫിക്കൻസുകൾ നോക്കിക്കഴിഞ്ഞാൽ ഒന്നാമത്തെ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത് ഈ സൗത്ത് ഏഷ്യൻ അസോസിയേഷൻ ഫോർ റീജിയണൽ കോഓപ്പറേഷൻ, സാർക്ക് എന്ന് പറയുന്ന സൗത്ത് ഏഷ്യൻ രാജ്യങ്ങളുടെ ഒരു സംഘടനയുണ്ട്, 1980കളിൽ സ്ഥാപിതമായിട്ടുള്ള. പക്ഷേ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള റൈവൽറി ഒക്കെ കാരണം ഇപ്പോൾ ഒരു അൺവർക്കബിൾ ആയിട്ട് മാറിയിട്ടില്ല, അല്ലെങ്കിൽ ഒരു ഡോർമെന്റ് ആയിട്ട് മാറിയിട്ടുള്ള സംഘടനയാണ് സാർക്ക് എന്ന് പറയുന്നത്. ഇപ്പോൾ പ്രവർത്തനരഹിതമാണ് ഈ സംഘടന. അപ്പോൾ അതുകൊണ്ട് തന്നെ ലോകത്തിൽ ഒരു റീജിയണൽ ഓർഗനൈസേഷൻ ഇല്ലാത്ത മേഖലകളിൽ ഒന്നാണ് ഈ സൗത്ത് ഏഷ്യ. പ്രാക്ടിക്കലി വർക്ക് ചെയ്യുന്ന ഒരു റീജിയണൽ ഓർഗനൈസേഷൻ ഇല്ലാത്തൊരു മേഖലയാണ് ഈ സൗത്ത് ഏഷ്യ എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഈ സാർക്കിൻ്റെ ഒരു ഓൾട്ടർനേറ്റീവ് ആയിട്ട് ഇന്ത്യ കണക്കാക്കുന്ന ഒരു സംഘടനയാണ് ബിംസ്റ്റെക് എന്ന് പറയുന്നത്. ഇപ്പോൾ സാർക്കിലെ അംഗരാജ്യങ്ങളായിട്ടുള്ള അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, മാൽദീവ്സ് എന്നീ 3 രാജ്യങ്ങളെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കിയുള്ള സാർക്ക് അംഗരാജ്യങ്ങളെല്ലാം തന്നെ ബിംസ്റ്റെക്കിന്റെ ഭാഗമാണ്. അപ്പോൾ സാർക്കിന് ഒരു ക്രെഡിബിൾ ഓൾട്ടർനേറ്റീവ് ആയിട്ട് നമുക്ക് ബിംസ്റ്റെക്കിനെ കണക്കാക്കാൻ പറ്റും. രണ്ടാമത്തത് എക്കണോമിക് സ്റ്റെബിലിറ്റിയാണ്. ഇപ്പോൾ നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം എക്കണോമിക്കലി വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ്. അപ്പോൾ നമ്മുടെ എക്കണോമിക് ഗ്രോത്ത് നമുക്ക് സസ്റ്റെയിൻ ചെയ്യണമെങ്കിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ട്രേഡിംഗ് റിലേഷൻസ് വേണം. ഇന്ത്യയിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് വരണം, ഇന്ത്യക്ക് മറ്റുള്ളവരുമായിട്ട് കച്ചവടം നടത്തണം, പുതിയ മാർക്കറ്റുകൾ കണ്ടെത്തണം, ഇങ്ങനെയൊക്കെയുള്ള ആവശ്യങ്ങളുണ്ട്. അപ്പോൾ നമുക്കറിയാം ഈ സൗത്ത് ഏഷ്യ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇന്ത്യയുടെ നെയ്ബർഹുഡ് എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും ഹെവിലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള റീജിയൻസിലൊന്നാണ്. അപ്പോൾ നമുക്ക് ഇന്ത്യയിൽ നിന്നുള്ള പ്രൊഡക്ട്സിനൊക്കെ ഒരു മാർക്കറ്റ് അവിടെ കണ്ടെത്താൻ പറ്റും. അത് മാത്രമല്ല, ഇതൊക്കെ ഉറപ്പുവരുത്തണമെങ്കിൽ, ഇതിനൊക്കെ ഒരു സസ്റ്റൈനബിലിറ്റി വേണമെങ്കിൽ ഈ രാജ്യങ്ങളൊക്കെ എക്കണോമിക്കലി ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്ന രാജ്യങ്ങളാണ്, എന്നാൽ മാത്രമേ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഈ 2008 ആഗോള സാമ്പത്തിക മാന്ദ്യത്തിന് ശേഷമുള്ള ഒരു ഗ്ലോബൽ എക്കണോമിക് ഹിസ്റ്ററി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പിന്നീട് പല കാലഘട്ടങ്ങളിലായിട്ട് ഗ്ലോബൽ എക്കണോമി വലിയ ഇതിലുള്ള തിരിച്ചടികൾ നേരിട്ടിട്ടുണ്ട്. വെസ്റ്റേൺ യൂറോപ്പ് ഒന്നും പിന്നെ അതിൽ നിന്ന് കരകയറിയിട്ടില്ല. പക്ഷെ അതേസമയം ഈ ഗ്ലോബൽ എക്കണോമി മൊത്തത്തിലൊരു മന്ദാവസ്ഥയിലാണെങ്കിലും ഈ പറയുന്ന ബിംസ്റ്റെക്കിലെ അംഗരാജ്യങ്ങളുടെ ഒരു ആനുവൽ GDP ഗ്രോത്ത് റേറ്റ് നോക്കിക്കഴിഞ്ഞാൽ അത് വേഴ്സ്റ്റ് ആയിട്ടുള്ള എക്കണോമിക് കണ്ടീഷൻസിൽ പോലും, ഗ്ലോബൽ എക്കണോമിക് കണ്ടീഷൻസ് ഏറ്റവും മോശമായിരുന്ന 2008-10 പോലുള്ള കാലഘട്ടങ്ങളിൽ പോലും
ഒരു ഓൺ ആൻ ആവറേജ് ഒരു 5.6 തൊട്ട് 6% വരെ ആനുവൽ GDP ഗ്രോത്ത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു മേഖലയാണ് ഈ ബിംസ്റ്റെക് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ എക്കണോമിക് സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ ഇവരുമായിട്ടുള്ള ട്രേഡിംഗ് ഇന്ററാക്ഷൻസ് ഒക്കെ അതിനകത്തൊക്കെ ഒരു സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ അതിനകത്തൊരു ഗ്രോത്ത് സ്റ്റെബിലിറ്റി ഉണ്ടെന്ന് മനസ്സിലാക്കുക. സോ എക്കണോമിക് സ്റ്റെബിലിറ്റി ഉറപ്പുവരുത്താൻ അത് സഹായിക്കുന്നു. മറ്റൊന്ന് എനർജി സെക്യൂരിറ്റിയാണ്. അപ്പോൾ നമുക്കറിയാം ഇന്ത്യ എന്ന് പറയുന്നത് ഒരു നെറ്റ് എനർജി ഇമ്പോർട്ടറാണ്. നമുക്ക് ആവശ്യത്തിനുള്ള എനർജി ഇന്ത്യയിൽ പ്രൊഡ്യൂസ് ചെയ്യാത്ത അല്ലെങ്കിൽ അതിന് കേപ്പബിലിറ്റി ഇല്ലാത്തൊരു രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. നമ്മുടെ എനർജി നീഡ്സിൽ വലിയൊരു ശതമാനം നമ്മൾ പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് പെട്രോ കെമിക്കൽസ്, പെട്രോളിയം, നാച്ചുറൽ ഗ്യാസും പോലുള്ള കാര്യങ്ങൾ. അപ്പോൾ അതിന് നമ്മൾ പ്രധാനമായിട്ടും ട്രഡീഷണലി ഡിപ്പെൻഡ് ചെയ്യുന്നത് മിഡിൽ ഈസ്റ്റേൺ രാജ്യങ്ങളെയാണ്. ഇപ്പോൾ റഷ്യയുടെ കയ്യിൽ നിന്ന് ഡിസ്കൗണ്ടഡ് റേറ്റിന് ഓയിൽ കിട്ടുന്നതുകൊണ്ട് നമ്മൾ അവിടുന്ന് വാങ്ങിക്കുന്നുണ്ടെന്നേ ഉള്ളൂ. പക്ഷേ ട്രഡീഷണലി നമ്മുടെ പ്രധാനപ്പെട്ട മേജർ സോഴ്സ് ഓഫ് എനർജി എന്ന് പറയുന്നത് അല്ലെങ്കിൽ പെട്രോളിയം എന്ന് പറയുന്നത് മിഡിൽ ഈസ്റ്റ് ആണ്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ചില റിസ്കുകളുണ്ട്. കാരണം ലോകത്തിലെ ഏറ്റവും പൊളിറ്റിക്കലി അൺസ്റ്റേബിൾ ആയിട്ടുള്ള റീജിയൻസിലൊന്നാണ്, ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ടുള്ള സെക്യൂരിറ്റി കണ്ടീഷൻസ് ഉള്ള റീജിയൻസിലൊന്നാണ് മിഡിൽ ഈസ്റ്റ് എന്ന് പറയുന്നത്. ഏത് സമയത്ത് ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെടാൻ പറ്റും. പക്ഷേ അതേസമയം ഈ ബിംസ്റ്റെക്കിലെ ചില രാജ്യങ്ങൾ നെറ്റ് എനർജി എക്സ്പോർട്ടേഴ്സ് ആണ്. ഉദാഹരണത്തിന് ഇലക്ട്രിസിറ്റിയുടെ കേസ് നോക്കുകയാണെങ്കിൽ നേപ്പാള്, ഭൂട്ടാന് പോലുള്ള രാജ്യങ്ങൾ വലിയ രീതിയിൽ ഇലക്ട്രിസിറ്റി എക്സ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങളാണ്. വലിയ രീതിയിലുള്ള ഹൈഡ്രോ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഉള്ള രാജ്യങ്ങളാണ്. അപ്പോൾ ഇന്ത്യയുടെ എനർജി സെക്യൂരിറ്റി ഇങ്ങനെ നമുക്ക് ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ മറ്റുള്ള ഓൾട്ടർനേറ്റീവ് മാർക്കറ്റുകൾ അല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവ് സോഴ്സുകൾ കണ്ടെത്തിക്കൊണ്ട് കുറച്ചും കൂടി സെക്യൂർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ബിംസ്റ്റെക്കിന്റെ ഭാഗമായിട്ടുള്ള മ്യാൻമാർ എന്ന് പറയുന്ന രാജ്യത്തിൽ വലിയ രീതിയിൽ അൺടാപ്ഡ് ആയിട്ടുള്ള, അതായത് കൃത്യമായിട്ട് എക്സ്പ്ലോറേഷൻ ഒന്നും നടത്തിയിട്ടില്ലാത്ത, എക്സ്പ്ലോയിറ്റേഷൻ നടന്നിട്ടില്ലാത്ത നാച്ചുറൽ ഗ്യാസിന്റെയും പെട്രോളിയത്തിൻ്റെയും ഒക്കെ ഡെപ്പോസിറ്റ് ഉണ്ടെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് മ്യാൻമാറിൽ ഇന്ത്യയുടെ ഗെയിൽ, അതുപോലെ തന്നെ ONGC, വിദേശ് പോലുള്ള കമ്പനികളൊക്കെ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ടുള്ളത്. ഇനി മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത് കണക്ടിവിറ്റിയാണ്. അപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ ഫോറിൻ പോളിസിക്കകത്തുള്ള പ്രധാനപ്പെട്ട ഇനീഷ്യേറ്റീവ്സിലൊന്നാണ് ഇന്ത്യയുടെ ആക്ട് ഈസ്റ്റ് പോളിസി എന്ന് പറയുന്നത്. സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളുമായിട്ടുള്ള ഇന്ത്യയുടെ റിലേഷൻസ് ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ആക്ട് ഈസ്റ്റ് പോളിസി. അപ്പോൾ ഈ ആക്ട് ഈസ്റ്റ് പോളിസിയുടെ ഭാഗമായിട്ട് നമ്മൾ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ആസിയാൻ രാജ്യങ്ങളുമായിട്ടുള്ള ഇന്ത്യയുടെ റിലേഷൻസ് ഒരു സ്ട്രാറ്റജിക് റിലേഷൻസ് ആക്കി മാറ്റണം എന്നുള്ളതാണ്. അപ്പോൾ ഈ ആസിയാന്റെ ഭാഗമായിട്ട് വരുന്ന മ്യാൻമാർ, അതുപോലെ തന്നെ തായ്ലൻഡ് എന്നീ 2 രാജ്യങ്ങൾ ബിംസ്റ്റെക്കിലെ അംഗരാജ്യങ്ങളാണ്. സോ ആസിയാനുമായിട്ടുള്ള കണക്ടിവിറ്റി നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇന്ത്യ, മ്യാൻമാർ, തായ്ലൻഡ് ട്രൈലാറ്ററൽ ഹൈവേ ഒക്കെ നിങ്ങൾക്ക് എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. ഇനി അത് കൂടാതെ കണക്ടിവിറ്റിയുടെ കേസിലുള്ള മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയുടെ ലാൻഡ് ലോക്ക്ഡ് ആയിട്ടുള്ള നോർത്ത് ഈസ്റ്റേൺ റീജിയൻ ഔട്ട്സൈഡ് വേൾഡുമായിട്ട് കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള റൂട്ട്സ് നോക്കുന്നുണ്ട്. അതിനകത്ത് ചില റൂട്ട്സ് ബംഗ്ലാദേശ് വഴിയുള്ളതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ മ്യാൻമാർ വഴിയുള്ള ചില കണക്ടിവിറ്റി പ്രൊജക്റ്റുകൾ, കലാഡൻ മൾട്ടി മോഡൽ ട്രാൻസ്പോർട്ട് പ്രൊജക്റ്റ് പോലുള്ള പ്രൊജക്റ്റുകൾ നമ്മളിപ്പോൾ നടപ്പിലാക്കുന്നുണ്ട്. അപ്പോൾ നോർത്ത് ഈസ്റ്റേൺ റീജിയൻ്റെ കണക്ടിവിറ്റി ഇന്ത്യയുടെ ആക്ട് ഈസ്റ്റ് പോളിസിനെ സപ്പോർട്ട് ചെയ്യുന്നു. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ചൈനയുടെ ഈ മേഖലയിലുള്ള ഇൻഫ്ലുവൻസ് കണ്ടെയ്ൻ ചെയ്യാൻ നമ്മളിത് സഹായിക്കും. ഇതൊക്കെയാണ് ബിംസ്റ്റെക് എന്ന് പറയുന്ന സംഘടനയ്ക്ക് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഉള്ള സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്. സോ ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് പ്ലാനറ്ററി ഡിഫൻസ് ആണ്. സോ ഈ പ്ലാനറ്ററി ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിന്റെ പേജ് 17 അവരൊരു എക്സ്പ്ലെയിനർ ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് വായിച്ചു കഴിഞ്ഞാൽ നല്ലതാണ്. അപ്പോൾ ഈ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ പ്ലാനറ്ററി ഡിഫൻസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. സോ പ്ലാനറ്ററി ഡിഫൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ ഭൂമിയിലേക്ക് ഒരുപാട് ഉൽക്കകളും അല്ലെങ്കിൽ കോമറ്റ്സും മീറ്റിയോർസും ഒക്കെ വന്ന് പതിക്കാറുണ്ട്. നോർമലി ഭൂമിയുടെ അറ്റ്മോസ്ഫിയറിൽ എൻ്റർ ചെയ്യുമ്പോഴേക്കും തന്നെ ഈ സാധനങ്ങളൊക്കെ കത്തിത്തീരും. പക്ഷേ ഇതല്ലാത്ത വലിയ ഒബ്ജക്റ്റുകൾ പല കാലഘട്ടങ്ങളിലും ഭൂമിയിൽ വന്ന് വീഴുകയും അത് കാരണം വലിയ രീതിയിലുള്ള ഇമ്പാക്റ്റുകൾ നമ്മുടെ ഭൂമിയിൽ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ഉദാഹരണത്തിന് ഈ ജുറാസിക് പീരീഡിൽ ഇത്തരത്തിലുള്ള വലിയൊരു ഉൽക്കം വന്ന് പതിച്ചത് കാരണം, ഈ മെക്സിക്കോയിലെ യുക്കട്ടാൻ പെനിൻസുലയിൽ ഒരു ഉൽക്കം വന്ന് പതിച്ചത് കാരണമാണ് ഈ നോൺ ഏവിയൻസ് ആയിരുന്ന എല്ലാ തരത്തിലുള്ള ദിനോസറുകളും എക്സ്റ്റിങ്ക്റ്റ് ആയിട്ട് പോയത് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഭൂമിയിലേക്ക് ഭാവിയിൽ വലിയൊരു ഉൽക്കാവീഴ്ചയോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആസ്ട്രോയിഡ്സ് ഒക്കെ വന്ന് ഇടിച്ചു കയറുന്നതിന് തടയുന്നതിന് വേണ്ടിയിട്ട്, അത്തരത്തിലുള്ള പ്ലാനറ്റിനെ അതിൽ നിന്ന് ഡിഫെൻഡ് ചെയ്യുന്നതിന്, പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ബോഡീസിനെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കോമറ്റ്സ്, ആസ്ട്രോയിഡ്സ് ഒക്കെ പോലുള്ള ഒബ്ജക്ട്സിനെ മോണിറ്റർ ചെയ്യാനും അത് ഭൂമിയിലേക്ക് വരാനുള്ള സാധ്യതകൾ ഉണ്ടെങ്കിൽ അതിനെ കൃത്യമായിട്ട് നേരത്തെ കൂട്ടി മനസ്സിലാക്കി അതിനെ ഭൂമിയുടെ അറ്റ്മോസ്ഫിയറിന്റെ പുറത്ത് വെച്ച് തകർക്കാനോ അല്ലെങ്കിൽ ഡിഫ്ലക്ട് ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ടുള്ള പദ്ധതികളെയാണ് അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്ട്രാറ്റജി എന്നോ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇനീഷ്യേറ്റീവ് എന്നോ പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ പ്ലാനറ്ററി ഡിഫൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്ലാനറ്ററി ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ട് എന്തുകൊണ്ട് നമുക്ക് പ്ലാനറ്ററി ഡിഫൻസിന്റെ ആവശ്യമുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭൂമിയെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് മുമ്പ് ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി പ്ലാനറ്ററി ഡിഫൻസ് സിസ്റ്റം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഭൂമിക്ക് പൊട്ടൻഷ്യലി ഹാംഫുൾ ആയിട്ടുള്ള ഒബ്ജക്ട്സ് ഉണ്ടാകും ഭൂമിയുടെ പ്രോക്സിമിറ്റിയിലുള്ള.
അത്തരത്തിലുള്ള ഒബ്ജക്ട്സിനെ നേരത്തെ കൂട്ടി ഐഡന്റിഫൈ ചെയ്യുക, അതിൻ്റെ ട്രജക്ടറി മനസ്സിലാക്കുക എന്നുള്ളതൊക്കെയാണ്. ഓക്കെ, ഇപ്പോൾ നാസ അതുപോലെ തന്നെ യൂറോപ്യൻ സ്പേസ് ഏജൻസി പോലുള്ള സ്പേസ് ഓർഗനൈസേഷൻസിന് ഈ പ്ലാനറ്ററി ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡെഡിക്കേറ്റഡ് ടീംസ് ഉണ്ട്. ഇപ്പോൾ നാസയുടെ ഒക്കെ കേസിൽ 2016 അവരൊരു പ്ലാനറ്ററി ഡിഫൻസ് കോർഡിനേഷൻ സെല്ല് തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള ഡേഞ്ചറസ് ഒബ്ജക്റ്റുകൾ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഭൂമിയുടെ അറ്റ്മോസ്ഫിയറിൻ്റെ പുറത്ത് വെച്ചിട്ട് അത് ഡിഫ്ലക്ട് ചെയ്യാനോ അല്ലെങ്കിൽ അതിനെ ഡിസ്ട്രോയ് ചെയ്യാനോ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാന്നുള്ളതാണ് ഇതിനകത്ത് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഇങ്ങനെ ഭൂമിയിലേക്ക് വരാൻ സാധ്യത ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു കേപ്പബിലിറ്റി നമുക്ക് ഉണ്ടെന്ന് ആദ്യം നിന്ന് ടെസ്റ്റ് ചെയ്യണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നടത്തിയിട്ടുള്ള ഭൂമിയിൽ നിന്ന് ആരെങ്കിലും നടത്തിയിട്ടുള്ള ഒരേ ഒരു ടെസ്റ്റ് എന്ന് പറയുന്നത് 2022 നാസ നടത്തിയിട്ടുണ്ടായിരുന്ന ഒരു ഡാർട്ട് മിഷനാണ്, അല്ലെങ്കിൽ ഡബിൾ ആസ്ട്രോയിഡ് റീഡയറക്ഷൻ ടെസ്റ്റ് ആണ്. അപ്പോൾ ഈ മിഷൻ എന്ന് പറയുന്നത് ബേസിക്കലി ഒരു നിയർ എർത്ത് ഒബ്ജക്റ്റ് ഡിഫ്ലക്ഷൻ എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് ആയിരുന്നു. നിയർ എർത്ത് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമിയുടെ അടുത്തുകൂടി കടന്നു പോകുന്ന ഇത്തരത്തിലുള്ള ഒബ്ജക്റ്റുകൾ ഉണ്ടാവും. ഈ ഒബ്ജക്റ്റുകളിൽ ഒന്നായിരുന്നു ഒരു ആസ്ട്രോയിഡ് ആയിട്ടുള്ള ഡിമോർഫോസ് എന്ന് പറയുന്നത്. ഈ ഡിമോർഫോസ് എന്ന് പറയുന്ന ആസ്ട്രോയിഡിലേക്ക് ഒരു സ്പേസ് ക്രാഫ്റ്റ് ഇടിച്ചു കയറ്റി ആ സ്പേസ് ക്രാഫ്റ്റ് ഇടിച്ച ഒരു പവർ കാരണം, ഫോഴ്സ് കാരണം ഈ ആസ്ട്രോയിഡ് ഡിഫ്ലക്റ്റ് ചെയ്ത് അതിൻ്റെ കോഴ്സ് മാറിയിട്ടുണ്ടായിരുന്നു, അതിൻ്റെ പോകുന്ന റൂട്ട് മാറ്റാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ പ്ലാനറ്ററി ഡിഫൻസിൻ്റെ ഭാഗമായിട്ട് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള ഇന്റർനാഷണൽ ട്രീറ്റീസോ അല്ലെങ്കിൽ ഇതിനു വേണ്ടി മാത്രമായിട്ട് വർക്ക് ചെയ്യുന്ന ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഇന്റർനാഷണൽ ഇനീഷ്യേറ്റീവ്സോ ഒന്നുമില്ല. ഇത് പല രാജ്യങ്ങളും, ഇപ്പോൾ US, യൂറോപ്യൻ സ്പേസ് ഏജൻസി പോലുള്ള സംഘടനകൾ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ നമുക്കൊരു ഇന്റർനാഷണൽ ലെവലിൽ വർക്ക് ചെയ്യുന്ന ഓർഗനൈസേഷൻസ് ആയിട്ട്, ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ അല്ലാതെ ആയിട്ട് വർക്ക് ചെയ്യുന്നത് പറയാൻ പറ്റുന്നത് ഒന്ന് ഒരു ഇന്റർനാഷണൽ ആസ്ട്രോയിഡ് വാർണിംഗ് നെറ്റ്വർക്ക് ഉണ്ട്, അതുപോലെ തന്നെ യുണൈറ്റഡ് നേഷൻസ് ഓഫീസ് ഫോർ ഔട്ടർ സ്പേസ് അഫയേഴ്സ് ഉണ്ട്. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഇന്റർനാഷണൽ ആസ്ട്രോണമിക്കൽ യൂണിയന്റെ ഒരു മൈനർ പ്ലാനറ്റ് സെന്റർ ഉണ്ട്. അവർ ഇത്തരത്തിലുള്ള നിയർ എർത്ത് ഒബ്ജക്റ്റുകളുടെ ലിസ്റ്റും അവരുടെ ക്ലോസ് അപ്രോച്ചസും ഒക്കെ കൃത്യമായിട്ട് മാർക്ക് ചെയ്യാറുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് ഹീറ്റ് ഡോമിനെ കുറിച്ചാണ്. സോ ഹീറ്റ് ഡോമുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിന്റെ പേജ് 17 ഒരു ആർട്ടിക്കിൾ വന്നിട്ടുണ്ട്, എന്താണ് ഹീറ്റ് ഡോം എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഹീറ്റ് ഡോം ബേസിക്കലി എന്താണെന്ന് മനസ്സിലാക്കി. ഹീറ്റ് ഡോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നമ്മുടെ അറ്റ്മോസ്ഫിയറിക് കണ്ടീഷനകത്ത് ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഹൈ പ്രഷർ അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻസിൽ ഉണ്ടാകുന്ന ഒരു പ്രതിഭാസമാണ് ഹീറ്റ് ഡോം എന്ന് പറയുന്നത്. അതായത് നമുക്കറിയാം, സാധാരണഗതിയിൽ എയർ ചൂടാകുന്ന സമയത്ത് എയർ മുകളിലേക്ക് പൊങ്ങിപ്പോവും, അവിടെ തൊട്ടടുത്ത് പ്രദേശങ്ങളിൽ നിന്നുള്ള കൂളായിട്ടുള്ള എയർ വന്ന് അത് ഫില്ല് ചെയ്യും. ഓക്കെ, ഇതാണ് ബേസിക്കലി സംഭവിക്കുക. അതുകൊണ്ടാണ് നമുക്ക് ഈ ചൂട് വലിയ രീതിയിൽ കൂടാതെ നമുക്ക് ഈ ഒരു ഹീറ്റ് ഒരു പ്രശ്നമായിട്ട് മാറാത്ത രീതിയിൽ നമുക്കിത് മെയിൻറ്റെയിൻ ചെയ്യാം. ഈ എർത്തിൻ്റെ ടെമ്പറേച്ചർ ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ ഒരു പരിധി വരെ സഹായിക്കുന്നത് ഈ ഒരു സിസ്റ്റമാണ്. പക്ഷേ ഒരു മേഖലയിൽ ഉള്ള ഹൈ പ്രഷർ അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻസ് സ്റ്റേഷനറി ആയിട്ട് നിൽക്കുകയാണെന്ന് വെച്ചാൽ ഈ ജെറ്റ് സ്ട്രീംസിൻ്റെ ഒക്കെ സ്വാധീനം കാരണം അത് സ്റ്റേഷനറി ആയിട്ട് നിൽക്കുകയാണ്, അത് പോകുന്നില്ല. അപ്പോൾ ഇത്തരത്തിൽ ഒരു മുകളിലൊരു വളരെ ഹൈ പ്രഷർ ആയിട്ടുള്ള ഒരു സ്റ്റാറ്റിക് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻ ഉണ്ടാവുകയാണ്. ഈ മേഖലകളിൽ വലിയ രീതിയിൽ ചൂട് കൂടുകയാണെന്ന് വെച്ചോ. അപ്പോൾ ഈ ചൂട് കൂടുന്ന സമയത്ത് ഇവിടെയുള്ള ഹോട്ട് എയറിനെ ഈ മുകളിലുള്ള ഹൈ പ്രഷർ സോണ് കാരണം, ഈ സ്റ്റാറ്റിക് ആയിട്ടുള്ള ഹൈ പ്രഷർ ഏരിയ കാരണം പുറത്തു പോകാൻ പറ്റില്ല. ഇവിടെ കൂടുതൽ ചൂട് സൂര്യവെളിച്ചം തട്ടും തോറും ഈ ചൂട് കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ ചൂട് എയർ ഇതിനകത്ത് അങ്ങ് ട്രാപ്പായി പോകും. നമ്മളൊരു ഇപ്പോൾ കുക്കറിൻ്റെ ഒക്കെ ലിഡ് അടക്കുന്ന പോലുള്ള ഒരു പ്രതിഭാസമാണിത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പ്രതിഭാസത്തിനെയാണ് ഹീറ്റ് ഡോംസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഹീറ്റ് ഡോംസിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ കൺവെക്ഷന് അതുപോലെ തന്നെ പ്രസിപ്പിറ്റേഷൻ പോലുള്ള കാര്യങ്ങൾ ബ്ലോക്ക് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ ഈ എയർ ഇതിനകത്ത് ട്രാപ്ഡ് ആയിട്ട് നിൽക്കും, അതിനെയാണ് ഹീറ്റ് ഡോം എന്ന് പറയാം. ഈ ഹീറ്റ് ഡോം വർദ്ധിച്ചു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ഒരു പ്രൊലോങ്ഡ് പീരീഡ് ഓഫ് ടൈം ഇത് നിന്ന് കഴിഞ്ഞാൽ ഇത് ഹീറ്റ് വേവുകൾ ക്രിയേറ്റ് ചെയ്യാൻ കാരണമായിട്ട് മാറും. അപ്പോൾ നോർമലി ഹീറ്റ് ഡോമുകൾ ഒരു കുറച്ച് ദിവസങ്ങൾ മാത്രമേ നീണ്ടു നിൽക്കാറുള്ളൂ. പക്ഷേ ചില സാഹചര്യങ്ങളിലൊക്കെ ഈ ഹീറ്റ് ഡോമുകൾ ആഴ്ചകളോളം നീണ്ടു നിന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇനി എന്തുകൊണ്ടാണ് ഹീറ്റ് ഡോം സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഒരുപാട് കാരണങ്ങൾ പറയുന്നുണ്ട്. ഇപ്പോൾ സീ സർഫേസ് ടെമ്പറേച്ചർ അനോമലീസ്, അതുപോലെ തന്നെ ലാനിനയുടെ ഇൻഫ്ലുവൻസ്, ഇതൊക്കെ ഹീറ്റ് ഡോം വരാനുള്ള കാരണമാണെന്ന് മനസ്സിലാക്കുക. ഇനി നമുക്ക് അവസാനമായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് സിക്ക വൈറസിനെ കുറിച്ചാണ്. സോ സിക്ക വൈറസുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ഹിന്ദുവിൻ്റെ സയൻസ് പേജിനകത്ത് ഒരു ആർട്ടിക്കിൾ വന്നിട്ടുണ്ട്. ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. സോ സിക്ക വൈറസ് എന്ന് പറയുന്നത് ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഒരു വൈറസ് ആണ്. ഈ കൊതുകിൻ്റെ കടിയിലൂടെ, കൊതുക് കടിച്ചിട്ട് അല്ലെങ്കിൽ പ്രധാനമായിട്ടും കൊതുകിലൂടെ പകരുന്ന ഒരു വൈറൽ ഡിസീസ് ആണെന്ന് മനസ്സിലാക്കുക. ഇതിന് സിക്ക വൈറസ് എന്നുള്ള പേര് വരാനുള്ള കാരണം 1947 ഉഗാണ്ടയിലുള്ള സിക്ക ഫോറസ്റ്റിലാണ് ഇത് ആദ്യമായിട്ട് ഐഡന്റിഫൈ ചെയ്തത്. അതുകൊണ്ടാണ് ഇതിനെ സിക്ക വൈറസ് എന്ന്
വിളിക്കുന്നത്. ഇനി ഇത് പ്രധാനമായിട്ടും ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നത് ഏഡീസ് മോസ്കിറ്റോസ് വഴിയാണ്, എസ്പെഷ്യലി ഏഡീസ് ഈജിപ്തി എന്ന് പറയുന്ന മോസ്കിറ്റോ വഴിയാണ്. അപ്പോൾ ഈ ഏഡീസ് മോസ്കിറ്റോസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും അവർ ഡേ ടൈമിലാണ് ആളുകളെ കടിക്കുക എന്നുള്ളതാണ്. ഇനി ഇത് കൂടാതെ ഈ മോസ്കിറ്റോ ബൈറ്റിലൂടെ അല്ലാതെ ഈ അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക് അല്ലെങ്കിൽ ഗർഭസ്ഥ ശിശുവിലേക്കും ഈ പ്രഗ്നൻസിയുടെ ഒക്കെ സമയത്ത് ഗർഭസ്ഥ ശിശുവിലേക്കും അതുപോലെ തന്നെ സെക്ഷൽ കോണ്ടാക്റ്റ് വഴിയും ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ വഴിയും ബ്ലഡ് പ്രൊഡക്റ്റ് വഴിയൊക്കെ ഇത് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടാനുള്ള സാധ്യത ഉണ്ടെന്ന് മനസ്സിലാക്കുക. പക്ഷേ മെജോറിറ്റി കേസിലും ഈ ഏഡീസ് മോസ്കിറ്റോ ബൈറ്റ് കാരനാണ് ഈ സിക്ക വൈറസ് സ്പ്രെഡ് ആവുന്നത്. ഓക്കെ, ഇനി ഈ സിക്ക വൈറസിന് ഒരു RNA ജനോമുള്ള വൈറസ് ആയതുകൊണ്ട് തന്നെ ഇതിന് വലിയ ഇതിൽ മ്യൂട്ടേഷൻ സംഭവിക്കാനുള്ള അക്യുമുലേറ്റഡ് ആയിട്ടുള്ള മ്യൂട്ടേഷൻ സംഭവിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണെന്ന് മനസ്സിലാക്കുക. ഇനി സിക്ക വൈറസ് ബാധ വന്നു കഴിഞ്ഞാലും മെജോറിറ്റി കേസിലും ആളുകൾക്ക് സിംറ്റംസ് ഒന്നും തന്നെ കാണിക്കില്ല, അല്ലെങ്കിൽ ആളുകൾക്ക് സിംറ്റംസ് ഒന്നും ഉണ്ടാവില്ല എന്ന് മനസ്സിലാക്കുക. ഇനി അപൂർവ സാഹചര്യങ്ങളിൽ സിംറ്റംസ് വരുന്ന സമയത്തും ഈ റാഷ്, ഫീവർ, അതുപോലെ തന്നെ കൺജക്ടിവിറ്റീസ്, മസിൽ ആൻഡ് ജോയിൻറ്റ് പെയിൻസ്, മലേസ്, ഹെഡ് ഏക്ക് പോലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ സിംറ്റംസ് ആയിട്ട് വരിക. അതൊരു 2 തൊട്ട് 7 ദിവസം വരെ നീണ്ടു നിൽക്കും എന്നാണ് പറയാം. ഇനി പ്രഗ്നൻസിയുടെ സമയത്ത് പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡീസിന് സിക്ക വൈറസ് ബാധ വന്നു കഴിഞ്ഞാൽ അത് ഈ ഇൻഫൻറ്റ് ചൈൽഡിനെ വലിയ രീതിയിൽ ബാധിക്കും എന്ന് മനസ്സിലാക്കി. എസ്പെഷ്യലി ഒരു മൈക്രോസെഫാലി എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഈ കുട്ടിക്ക് ഉണ്ടാവുമെന്ന് മനസ്സിലാക്കുക. അതായത് ഈ കുട്ടിയുടെ ഹെഡ് വളരെ ചെറുതായിട്ട് മാറുന്നൊരവസ്ഥ വരും. ഓക്കെ, അതുപോലെ കൂടാതെ മറ്റുള്ള ഈ കോൺജനിറ്റൽ ആയിട്ടുള്ള മാൽ ഫങ്ഷൻസും ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. അതുപോലെ തന്നെ മിസ്കാരേജ് പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് മനസ്സിലാക്കുക. ഇനി അതുപോലെ തന്നെ ഈ ചെറിയ കുട്ടികളിലും അതുപോലെ തന്നെ മുതിർന്ന ആളുകളിലുമൊക്കെ ഈ ഒരു ഗുയിലിയൻ ബെറെ സിൻഡ്രോം, ന്യൂറോപ്പതി, അതുപോലെ തന്നെ മൈലറ്റിസ് എന്നുള്ള കാര്യങ്ങളും ഈ സിക്ക വൈറസിൻ്റെ സൈഡ് എഫക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഇത് വന്നു കഴിഞ്ഞാൽ വരാനുള്ള സാധ്യത ഉണ്ടെന്ന് മനസ്സിലാക്കുക. ഇനി ഈ സിക്ക വൈറസിന് നിലവിൽ സ്പെസിഫിക് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് റെജീം ഒന്നും അവൈലബിൾ അല്ല. ട്രീറ്റ്മെൻറ്റ് ഒന്നുമില്ല. ഇതിൻ്റെ സിംറ്റംസിനുള്ള ചികിത്സ മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ ഇതിന് വേണ്ടിയിട്ടുള്ള വാക്സിൻസും അവൈലബിൾ അല്ല എന്ന് മനസ്സിലാക്കുക. ചില വാക്സിൻസിൻ്റെ ഒക്കെ ടെസ്റ്റുകളൊക്കെ നടക്കുന്നുണ്ടെങ്കിലും ഈ പറയുന്ന ട്രയൽസ് ഒക്കെ നടക്കുന്നുണ്ടെങ്കിലും നിലവിൽ മാർക്കറ്റിൽ ഇതിനുള്ള വാക്സിനേഷനും അവൈലബിൾ അല്ല എന്ന് മനസ്സിലാക്കുക. ഇനി ഈ പറഞ്ഞതുപോലെ ആഫ്രിക്കയിലും ഏഷ്യയിലുമാണ് ഏറ്റവും അധികം സിക്ക വൈറസുകൾ സിക്ക വൈറസിൻ്റെ സ്പ്രെഡ് റിപ്പോർട്ട് ചെയ്യാറുള്ളതെന്നും അറിഞ്ഞിരിക്കുക. സോ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഡെയിലി ന്യൂസ് അനാലിസ്റ്റിനകത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു ഓൾ.